KCL സീസൺ 2 എന്തുമാത്രം വലിയ സാധ്യതകളാണ് കേരളത്തിലെ പുതിയ ക്രിക്കറ്റ് താരങ്ങൾക്ക്, വളർന്നു വരുന്ന താരങ്ങൾക്ക് നൽകുന്നത്. 6 ടീമുകൾ, അതിൽ ഏതാണ്ട് പകുതിയിലേറെയും പുതുമുഖങ്ങളായിട്ടുള്ള താരങ്ങളാണ്. അപ്പോൾ ഒരു വലിയ വാതായനം തുറക്കുകയാണ് കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക്. കഴിഞ്ഞ സീസണേക്കാൾ ഗംഭീരമായാണ് ഇത്തവണ രണ്ടാം സീസണും ഒരുങ്ങുന്നത്. എനിക്കൊപ്പം സോണി ചെറുവത്തൂർ ചേരുകയാണ്, നമ്മുടെ മുൻ കേരള ക്യാപ്റ്റൻ. അതോടൊപ്പം തന്നെ ആലപ്പി റിപ്പിൾസിൻ്റെ പരിശീലകൻ കൂടിയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആലപ്പി റിപ്പിൾസ് അല്ല, ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കളിച്ചിരുന്ന സമയത്ത് അന്നും വലിയ പ്രാധാന്യത്തോടൊക്കെ നമ്മൾ നോക്കിക്കുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന കാഴ്ച ഒരു വലിയ മാറ്റത്തിനൊരു തുടക്കമാവുകയാണ്. അന്നും നല്ല ക്രിക്കറ്റാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് KCL എന്ന ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ലീഗിന്, അത് ഫ്രാഞ്ചൈസി ലീഗിന്റെ ഒരു അല്ലെങ്കിൽ IPL ലീഗിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ സൂചിപ്പിക്കാം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടുന്ന എക്സ്പോഷറാണ്. ഒന്ന്, അസറുദ്ദീനോടൊപ്പം അതുവരെ കളിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ വലിയ കളിച്ച് പരിചയമില്ലാത്ത അണ്ടർ 19 കളിക്കുന്നത്, ഇപ്പോൾ ആദിത്യ ബൈജു എന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുന്നു, അദ്ദേഹത്തോട് സമയം ചെലവഴിക്കുന്നതും അസറുദ്ദീനാണ്, അല്ലെങ്കിൽ ജലജ് സക്സേനയാണ്, അക്ഷയ് ചന്ദ്രനാണ്. അപ്പോൾ ബേസിൽ NBA പോലുള്ള ഇപ്പോൾ ദിലീപ് ട്രോഫിയിലേക്ക് സെലക്ഷൻ കിട്ടിയുള്ള ഒരു താരത്തിന് ടീമിലെ മറ്റ് ഇപ്പോൾ രാഹുൽ ചന്ദ്രൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നസീർ ആയിക്കോട്ടെ, അവർക്കൊക്കെ തന്നെ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാമെന്ന് സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം IPL ആണ്. IPL നൽകിയിട്ടുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ള അതേ ആവേശം ഇന്ന് കേരളത്തിലെ യുവതാരങ്ങളിൽ കാണാനുണ്ട്. ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാണാൻ പറ്റും, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു റെഡി ആയിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് ക്രിക്കറ്റും അല്ലെങ്കിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റും ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് എത്തുക ഞങ്ങളുടെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു. അത്തരത്തിൽ നമുക്ക് അസറുദ്ദീനും സൽമാൻ നിസാനും സച്ചിൻ ബേബിയും സഞ്ജുവും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു നിര രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് എത്തി. വളരെ ചെറിയ മാർജിനാണ് നമുക്ക് നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ അത്രത്തോളം നമുക്കൊക്കെ പോകാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നലും ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ KCL വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മാറ്റം വരാനായിട്ട് പോകുന്നത് ക്രിക്കറ്റ് കളിച്ച് ഇനിയും ഇതിൽ ഭാവിയില്ല എന്ന് വിചാരിച്ച് ഒരുപക്ഷെ ക്രിക്കറ്റിൽ നിന്ന് മാറി തുടങ്ങുന്ന പല ആളുകൾ പോലും ക്രിക്കറ്റിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യും. അവർക്ക് ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ വിഘ്നേഷ് പുത്തൂരിനെ പോലെയുള്ള താരങ്ങളുടെ ആ ഒരു കഥയും ആ ഒരു ഇൻസ്പിറേഷനും ഈ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാവും. മാത്രമല്ല KCL എന്ത് നൽകി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് വിഘ്നേഷ് പുത്തൂരിന് നേരെ വിരൽ ചൂണ്ടാവും, അല്ലേ? അത് ഒരു പേരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു സച്ചിൻ ബേബിയുടെ IPL-ലേക്കുള്ള തിരിച്ചുവരവ്, വിഷ്ണു വിനോദ് പഞ്ചാബിലേക്ക് മാറുന്നത്. അപ്പോ ഇത് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യൻ IPL താരങ്ങളുടെ സ്കൗട്ടുകൾ കാണാൻ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ കാണാൻ സാധിക്കാതിരുന്ന അവരുടെ പ്രകടനങ്ങൾ അവർക്ക് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവരെയും ഒക്കെ കാണിക്കാൻ സാധിക്കുന്ന വലിയ അവസരമാണ് KCL നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പക്ഷേ ഇനിയും കൂടുതൽ താരങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ എത്തുമെന്ന് ഞാൻ വിശ്വാസം. നമ്മുടെ താരങ്ങളെ റാഞ്ചാൻ മറ്റ് IPL ഫ്രാഞ്ചൈസികൾ വരും. അല്ല, അങ്ങനെ വരണമേ എന്നുള്ള വലിയ ആഗ്രഹമുള്ളത്. ആലപ്പി റിപ്പിൾസിൽ കളിക്കാനായിട്ട് താരങ്ങളുടെ വലിയ നിരയുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അതിന് കാരണം ഞാൻ പറയാം. കാരണം കഴിഞ്ഞ സീസണിൽ വിഘ്നേഷ് പുത്തൂർ എന്ന ഒരുപക്ഷെ സ്റ്റേറ്റ് ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ടുള്ള അധികം ആരും അറിയപ്പെടാതിരുന്ന ഒരു ലെഫ്റ്റ് ആം ചൈനാമൻ ബോളർ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തുന്നു, IPL-ന്റെ നിരയിലേക്ക് എത്തുന്നു. അത് നമുക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു, അദ്ദേഹത്തിന്റെ വലിയ ഭാഗ്യമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യ മത്സരത്തിൽ 3 വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. പക്ഷേ ഈ സീസണിലേക്ക് ആലപ്പി റിപ്പിൾസിലേക്ക് വന്ന മുഹമ്മദ് അസറുദ്ദീനും ബേസിൽ NBക്കും ഇപ്പോൾ ദിലീപ് ട്രോഫിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പി റിപ്പിൾസിൽ കളിച്ചാൽ അടുത്ത ലെവലിലേക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചെറിയ സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ. അത് മറ്റു ടീമുകളിലേക്ക് പോകുന്നു നമ്മുടെ ശക്തി കുറയുക എന്നുള്ളതല്ല. അസറുദ്ദീനെയും ബേസിൽ NBയും ഒക്കെ ഒരുപക്ഷെ നമുക്ക് ഈ ടൂർണമെന്റ് അവസാന സമയങ്ങളിൽ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അവര് മുകളിലേക്ക് വരുന്നതും അടുത്ത ലെവലിലേക്ക് വരുന്നതും ഒരുപക്ഷെ അടുത്ത തലത്തിലേക്ക് മാറുന്നത് ഒരു ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ IPL കമന്ററി പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ പറയും, നോക്കൂ ആലപ്പി റിപ്പിൾസിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിലേക്ക് നോക്കൂ, ഞങ്ങൾക്ക് ഇവിടെ ആളുകളുണ്ട്, വലിയ ആവേശത്തോടെ നമുക്ക് പറയാൻ പറ്റും. അപ്പം മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കമന്ററി പറയാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ ഞങ്ങൾക്ക് ഒരു ഗംഭീര ലീഗ് ഉണ്ടെന്നുള്ളത്? അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലെ KCL-ന് ശേഷം
ഏറ്റവും മികച്ച ലീഗുകളുടെ കൂട്ടത്തിൽ, നമുക്കറിയാം പല സ്റ്റേറ്റുകൾക്കും ലീഗുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത ലീഗുകളുടെ കൂട്ടത്തിലേക്ക് KCL മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരുപക്ഷെ അത് ഞാൻ പറയുമ്പോൾ അതിന് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ലീഗാണല്ലോ എന്നുള്ളതുണ്ടാവും. പക്ഷേ മറ്റ് പല IPL സ്കൗട്ടുകളായിക്കോട്ടെ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള മറ്റ് താരങ്ങളായിക്കോട്ടെ, അവരൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമൻറ്റ് പറയുന്ന സമയത്ത് IPL ആദ്യ മത്സരം കമൻറ്റ് പറയുന്നതിൻ്റെ അടുത്ത് ശ്രീശാന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞു, നൂർ അഹമ്മദ് 3-4 വിക്കറ്റുകളൊക്കെ നേടിക്കഴിഞ്ഞു. പക്ഷേ അതിനിടയിൽ നമ്മുടെ വേൾഡ് ഫീൽഡിൽ നമുക്ക് അവരുടെ ബോളിംഗ് കാണാം, മുംബൈ തയ്യാറെടുക്കുന്നതിൻ്റെ വീഡിയോകൾ കാണാം. അത് പുറത്തു പോകുന്ന വീഡിയോസ് അല്ല, നമുക്ക് കാണാൻ സാധിക്കുന്ന വീഡിയോസാണ്. അതിൽ ഒരു പയ്യൻ പന്തെറിയുന്നത് കണ്ടപ്പോൾ ആ ഇരുന്നിടത്ത് നിന്ന് നമുക്ക് ചാടി എണീക്കേണ്ടി വന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ടില്ല. മറ്റേ റിസർച്ച് ലിസ്റ്റിൽ വിഘ്നേഷ് പുത്തൂർ എന്നുള്ള പേരുണ്ടായിരുന്നു. അദ്ദേഹം ബോൾ ഈ പറാസ് മാബര അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രീശാന്തിനോട് പറഞ്ഞു, ഒരു പക്ഷേ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ IPL മറ്റൊരു മലയാളി അരങ്ങേറ്റമായിരിക്കും എന്ന് പറഞ്ഞു. ആ വിക്കറ്റിൽ എനിക്ക് തോന്നുന്നു 3 വിക്കറ്റുകൾ നേടി തന്റെ വരവ് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. യഥാർത്ഥത്തിൽ അന്ന് വിഘ്നേഷ് പന്തറിയാൻ വരും, വിഘ്നേഷിന് പന്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിഘ്നേഷ് ടീമിലുണ്ടാവുന്നത് നമ്മളൊന്ന് ചിന്തിക്കുന്ന പോലും അപ്രതീക്ഷിതമായി വിഘ്നേഷിന്റെ വരവ് കാണുന്നു, 3 വിക്കറ്റുകൾ എടുക്കുന്നു. മത്സരം പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാൽ പോലും വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ തുറക്കുകയായിരുന്നു. അതിന് കാരണം ഈ KCL തന്നെയാണ്. അല്ല, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആലപ്പി റിപ്പിൾസ് മാനേജ്മെന്റും അവരുടെ ഉടമസ്ഥൻ എനിക്ക് കലാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമായിരുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്കൊരു ചൈനാമൻ ബോളർ വേണം എന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഒരുപക്ഷെ ഒരു പ്ലെയറിന്റെ വിധിയെ അല്ലെങ്കിൽ അവന്റെ യാത്രയെ മാറ്റിമറിക്കുന്നത്. വിഘ്നേഷ് പുത്തൂർ അദ്ദേഹത്തിന്റെ ആക്ഷനിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതയും അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ അദ്ദേഹം എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മത്സരം മതി ഒരു യാത്ര മാറി മറിയാനായിട്ട്. അങ്ങനെ അനവധി കഥകൾ നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഈ KCL നൽകുന്നത്. ഈ കുൽദീപ് യാദവിന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ, അദ്ദേഹത്തിന്റെ ഒരു കാലത്തിനൊക്കെ ശേഷം ഒരു ചൈനാമാൻ സിംഹാസനം അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്കറിയാം ഇപ്പോൾ സമീപകാലം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റിസ്റ്റ് സ്പിന്നേഴ്സിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് വളരെ മുന്നിൽ നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം ഷെയ്ൻ മോണിനും അല്ലെങ്കിൽ അനിൽ കുംബ്ലിക്കും ഒക്കെ ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്രത്തോളം ലെഗ് സ്പിന്നിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ റിസ്റ്റ് സ്പിന്നേഴ്സ് പൊതുവെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വരുന്നു. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ താരതമ്യേന ഒരല്പം മോശം പന്തുകൾക്ക് ബൗണ്ടറി ലൈനിൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടാകും. 2, അവർക്ക് ഇതൊരു റിസ്ക് എടുക്കാം. അവരുടെ വേരിയേഷൻസ് ഗൂഗിളി ടോപ്പ് സ്പിൻ അല്ലെങ്കിൽ ഫ്ലിപ്പർ അത്തരത്തിലുള്ള വേരിയേഷൻസ് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് കൂടുതൽ റെവല്യൂഷൻസ് ബോൾ കൊടുക്കാൻ സാധിക്കുന്നു ഒക്കെയുള്ളത് തന്നെ വരും കാലങ്ങളിൽ കൂടുതൽ ചൈനാമൻ ബോളേഴ്സും ഒരു പക്ഷേ റിസ്റ്റ് സ്പിന്നേഴ്സും വരാനുള്ള സാധ്യത. ഈ സീസണിലും നമ്മൾ വിപ്രസ് നിഗമത്തെ പോലെയുള്ള മറ്റ് താരങ്ങളെ കണ്ടിട്ടുണ്ട്. പൊതുവെ ഫിംഗർ സ്പിന്നേഴ്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കുറയും, റിസ്റ്റ് സ്പിന്നേഴ്സും മിസ്റ്ററി ബോളേഴ്സും വരുന്നതും ഒരു പക്ഷേ ആ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ഒരു ഗംഭീര വിജയമാകട്ടെ. മാത്രമല്ല ആലപ്പി റിപ്പിൾസ് ഇത്തവണയും ഒരുപാട് താരങ്ങളെ IPL ടീമുകൾ കണ്ടുവെക്കട്ടെ.